നമ്മൾ ഇന്ന് നോക്കുന്നത് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ ആകെ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, സ്റ്റേറ്റ് ആണെങ്കിലും സിലബസ് ആണെങ്കിലും മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. x + y + z, x + z, y + z = 9, 5, 9. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ, വൈയുടെ, ഇസഡിൻ്റെയും അതായത് അൺനോൺസ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേറ്റിംഗ് ഓഫ് മെട്രിക്സ്, അതായത് 2 മെട്രിക്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴാണ് നമുക്ക് 2 മെട്രിക്സുകളെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴാണ്? അതായത് രണ്ടിൻ്റെയും ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഒരുമിച്ച് നമ്മൾ പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എത്രയാണെന്ന് ജസ്റ്റ് പറയാമോ? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതാണ് ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇക്വേറ്റിംഗ് ഓഫ് മെട്രിക്സ്. മെട്രിക്സ് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയാമോ? ഇവിടെ എത്ര റോ ഉണ്ട്? ഇവിടെ നിങ്ങൾക്ക് 3 റോ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? 1, 2, 3. എത്ര കോളം ഉണ്ട്? അപ്പോൾ ഇത് 3/1 ആണ്. അതുപോലെ തന്നെ ഇവിടെയും ഇത് എന്ത് തന്നെയാണ്? 3/1 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ x + y + z 9 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സെയിം പോയിന്റുകൾ അല്ലെങ്കിൽ സെയിം പൊസിഷൻസ് തമ്മിലാണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. x + z = 5, y + z = 9. അതിനുശേഷം എന്താ? നമ്മൾ നോർമലി ഒരു ഇക്വേഷൻ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് അത് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനത്തെ കുറേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? പ്രൂവ് ദാറ്റ് a³ - 6x² + 7a + 2y = 0. ഇത് ഏത് സമയത്താണ്? അതായത് നമ്മൾ മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഇത് വലിയ വലിപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. a³ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഓർഡർ സെയിം ആവണമെന്നില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? a³ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? a³ എന്ന് പറഞ്ഞാൽ എയെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ മെട്രിക്സിനെ നമ്മൾ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടാവും കേട്ടോ. ആ മെട്രിക്സ് ഏതാണെന്ന് ഞാനിവിടെ എഴുതിയിട്ടില്ല. മേ ബി ഏത് മെട്രിക്സ് ആയാലും, അതൊരു 2/2 മെട്രിക്സ് ആവാം, അതൊരു 3/3 മെട്രിക്സ് ആവാം, അങ്ങനെയുള്ള ഏത് മെട്രിക്സ് വേണമെങ്കിലും തരാം. a³ എന്ന് പറഞ്ഞാൽ എയെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6a² എന്ന് പറഞ്ഞാൽ എന്താ? 6x² എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ആദ്യം നമ്മൾ a × a കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനെ 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് 6a² അല്ലേ? അതിനുശേഷം 7a എങ്ങനെ കണ്ടുപിടിക്കാം? a എന്ന് പറയുന്ന മെട്രിക്സിന് ആരായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ്. 2y എന്ന് പറഞ്ഞാൽ എന്താ? 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2നെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? either 1 0 0 1 അല്ലെങ്കിലോ ഒരു 3/3 ആണെങ്കിൽ അത് 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കുമ്പോൾ ഓരോ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. a³ ഒരു മെട്രിക്സ് കിട്ടും, അതുപോലെ 6x² ഒരു മെട്രിക്സ് കിട്ടും, 7a ഒരു മെട്രിക്സ് കിട്ടും, അതുപോലെ 2a ഒരു മെട്രിക്സ് കിട്ടും. ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇടയിലുള്ള ഇൻബിറ്റ്വീൻ വരുന്ന ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0യിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതിനകത്ത് ഡൗട്ടില്ല. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇട്ട 3 ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഇതിന് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടുത്തെ മാക്സിമം പവർ എന്ന് പറയുന്നത് എത്ര? 3 പവർ 2 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലൈക്ക് a² - 5a + 2y = 0 എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ ലൈക്ക് ക്വാഡ്രാറ്റിക് പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇവിടെയുണ്ട്, മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? എക്സ്പ്രസ് ദ ഫോളോയിങ് മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമ്മട്രിക് പ്ലസ് ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. സിമ്മട്രിക് പ്ലസ് ക്യൂ സിമ്മട്രിക്, ഈ പറയുന്ന സിമ്മട്രിക്കും ക്യൂ സിമ്മട്രിക്കും ഏത് ടോപ്പിക്കിൻ്റെ താഴെ വരുന്ന? ട്രാൻസ്പോസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ താഴെ വരുന്നതാണ്. അവരെ തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ സിമ്മട്രിക് പ്ലസ് ക്യൂ സിമ്മട്രിക്കിൻ്റെ ഇതായിട്ട് എഴുതാൻ പറ്റുന്നത്? എങ്ങനെയാണ്? നമ്മൾ പുതിയതായിട്ടൊരു മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹാഫ് a + a ട്രാൻസ്പോസ്. a ട്രാൻസ്പോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ നിങ്ങൾക്കറിയാം? ഈ മെട്രിക്സ് നമ്മൾ റിവേഴ്സ് ചെയ്യണം, ഓർഡർ കോളാക്കണം, കോളം റോ ആക്കണം, അതിനാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇത് സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇതൊരു സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, എന്താണ് ഈ സിമ്മട്രിക് മെട്രിക്സ്? അതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറയാം. നിങ്ങൾ ട്രാൻസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ അത് സിമ്മട്രിക് ആയിരിക്കും.
എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -A ആണെങ്കിൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. മനസ്സിലാക്കുക, അതാണ് അതിൻ്റെ ബേസിക് ഐഡിയ. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ സമ്മോ സിമെട്രിക് പ്ലസ് ക്യൂ സിമെട്രിക് എന്ന് എഴുതാനല്ലേ പറഞ്ഞേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പി എന്ന് പറയുന്ന ഒരു പുതിയൊരു മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എങ്ങനെ കണ്ടുപിടിക്കാം? എനെ എ ട്രാൻസ്പോസ് ആയിട്ട് പ്ലസ് ചെയ്യുന്നു, അതിനുശേഷം ഹാഫ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ആ കിട്ടുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതിനുശേഷം ക്യൂ എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് A-A ട്രാൻസ്പോസ്. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. കീപ്പ് ഇൻ മൈൻഡ്, ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതിനുശേഷം ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് P+Q ആയിട്ട് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇതാണ് ഇതിൻ്റെ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. ഇക്വേറ്റ് ചെയ്തിട്ട് അൺനോൺ കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ A³ അതായത് പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് വെച്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഈ പറയുന്ന പോലെ ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ സിമെട്രിക് പ്ലസ് ക്യൂ സിമെട്രിക് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെട്രിക്സ്.